മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യഘട്ടമായ ഇൻഫിനിറ്റി സാഗ നമുക്ക് നിരവധി സൂപ്പർ ഹീറോകളെ സമ്മാനിച്ചു. ഒപ്പം ചില മികച്ച വില്ലന്മാരെയും ദൈവങ്ങളെയും രാക്ഷസന്മാരെയും പടയാളികളെയും പ്രതിഭകളെയും രാജാക്കന്മാരെയും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ മാർവലിന്റെ ഇൻഫിനിറ്റി സാഗ എന്ന ആ മഹത്തായ കഥാഭൂമികയിൽ നിറഞ്ഞു നിന്നു. പക്ഷെ ഒടുവിൽ ആ ഇൻഫിനിറ്റി സാഗ എന്ന ഇതിഹാസം മുഴുവൻ കറങ്ങി തിരിഞ്ഞത് രണ്ട് വ്യക്തിത്വങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ടോണി സ്റ്റാർക്കും താനോസും. അതെ, അയൺമാനും താനോസും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കൺഫ്ലിക്റ്റ് അത് ഇത്രയധികം ആകർഷകമാക്കിയത് അത് വെറും ഒരു നായകനും വില്ലനും തമ്മിലുള്ള ഒരു പരമ്പരാഗത പോരാട്ടമായിരുന്നില്ല എന്ന കാര്യമാണ്. മറിച്ച് ഇരുവരെയും ആഴത്തിൽ നയിച്ചിരുന്നത് ഒരേപോലെയുള്ള ചിന്താഗതികളും ലക്ഷ്യങ്ങളുമായിരുന്നു എന്ന ഭയപ്പെടുത്തുന്ന തിരിച്ചറിവായിരുന്നു. ആദ്യ നോട്ടത്തിൽ അവർ ധാർമ്മികതയുടെ തികച്ചും വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടു പേരാണ് എന്ന് നമുക്ക് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഒരാൾ ലോകങ്ങളുടെ സംരക്ഷകനായി മാറിയപ്പോൾ മറ്റൊരാൾ അതേ ലോകങ്ങളുടെ സംഹാരകനായി മാറുന്നതാണ് സിനിമയിൽ നാം കണ്ടത്. ഒരാൾ ജീവനെ സംരക്ഷിക്കാൻ പോരാടിയപ്പോൾ മറ്റൊരാൾ മരണത്തിലൂടെയും കൂട്ടക്കുരുതിയിലൂടെയും മാത്രമേ പ്രപഞ്ചത്തിന് യഥാർത്ഥ രക്ഷ ലഭിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. എന്നാൽ അയൺമാന്റെ ആ ഇരുമ്പ് കവചത്തിനും താനോസിന്റെ ആ സ്വർണ്ണ സിംഹാസനത്തിനും അപ്പുറം ഭയാനകരമായ വിധത്തിലുള്ള ചില സാമ്യതകൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. ഒരേ ഭയത്താൽ ആഴത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട രണ്ട് ഹൃദയങ്ങൾ, ഒരേ ദീർഘവീക്ഷണത്തിന്റെ ഗുരുതരമായ ഭാരം പേറുന്ന രണ്ട് യോദ്ധാക്കൾ, തങ്ങളുടെ ലോകത്തെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കണമെന്ന് അടക്കാനാവാത്ത ആഗ്രഹത്താൽ നയിക്കപ്പെടുന്ന രണ്ട് അസാധാരണ വ്യക്തിത്വങ്ങൾ. അതായിരുന്നു ടോണി സ്റ്റാർക്കും താനോസും. കാരണം ഇൻഫിനിറ്റി സാഗ എന്നത് നന്മയും തിന്മയും തമ്മിലുള്ള വെറും ഒരു പോരാട്ടമായിരുന്നില്ല. അന്ധകാരം നിറഞ്ഞ ഒരേ പാതയിലൂടെ നടന്നു നീങ്ങുകയും എന്നാൽ ആ പാതയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ രണ്ട് വ്യത്യസ്തമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്ത രണ്ട് വ്യക്തികളുടെ കഥയായിരുന്നു അത്. ഒരുപക്ഷെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ യഥാർത്ഥ വിജയവും അതുതന്നെയായിരുന്നിരിക്കാം. ഇൻഫിനിറ്റി സാഗയുടെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ യുദ്ധങ്ങളിലോ ദൃശ്യവിസ്മയങ്ങളിലോ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയിലോ ആയിരുന്നില്ല. മറിച്ച് ടോണി സ്റ്റാർക്കും താനോസും പരസ്പരം പ്രതിഫലിപ്പിക്കുന്ന ബിംബങ്ങളായിരുന്നു എന്ന അസ്വസ്ഥപ്പെടുത്തുന്ന സത്യത്തിലായിരുന്നു. ഭയം, മാനസികാഘാതം, ബുദ്ധിശക്തി, ഉത്തരവാദിത്ത ബോധം എന്നിവയാൽ രൂപപ്പെട്ട ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ. അതായിരുന്നു ടോണിയും താനോസും. ദീർഘവീക്ഷണത്താൽ ശപിക്കപ്പെട്ടവരായിരുന്നു അവർ ഇരുവരും. വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് പ്രപഞ്ചം തിരിച്ചറിയുന്നതിന് എത്രയോ മുൻപ് സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തം അവർ മുൻകൂട്ടി കണ്ടു. താനോസിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അറിവ് എന്ന ശപിക്കപ്പെട്ട ഭാരം പേറുന്നവർ. മറ്റുള്ളവർ സമാധാനത്തിലും പ്രത്യാശയിലും അജ്ഞതയിലും കഴിഞ്ഞുകൂടിയപ്പോൾ ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് രൂപം കൊള്ളുന്ന കൊടുങ്കാറ്റിനെ അവർ രണ്ടുപേരും മാത്രം നേരത്തെ തിരിച്ചറിഞ്ഞു. ഇവർ തമ്മിലുള്ള സാമ്യതകൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ടോണി സ്റ്റാർക്കിൽ നിന്ന് തന്നെ ഒന്ന് തുടങ്ങി നോക്കാം. ന്യൂയോർക്കിലെ യുദ്ധം അത് അയാളെ എന്നേക്കുമായി മാറ്റിമറിച്ചിരുന്നു. ആ നിമിഷത്തിന് മുൻപ് വരെ മനുഷ്യന്റെ ബുദ്ധിശക്തിക്ക് ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് ടോണി ഉറച്ചു വിശ്വസിച്ചിരുന്നു. മനുഷ്യരാശിയാണ് പ്രപഞ്ചത്തിന്റെ നെറുകയിലെന്ന ഉറച്ച ബോധ്യത്തിലായിരുന്നു അയാളുടെ ആത്മവിശ്വാസം നിലകൊണ്ടിരുന്നത്. എന്നാൽ ന്യൂയോർക്കിന് മുകളിലെ ആകാശത്തുണ്ടായിരുന്ന ആ നേരിയ വിടവിലൂടെ ലോക്കിയുടെ സൈന്യം ഒഴുകിയെത്തിയപ്പോൾ ടോണി ഭയാനകരമായ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു. മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല. മനുഷ്യന്റെ അറിവിനും കരുത്തിനും അപ്പുറത്തുള്ള ഭീമാകാരമായ ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുമെന്നും ടോണി തൻ്റെ ജീവിതത്തിൽ ആദ്യമായി മനസ്സിലാക്കി. അടുത്തതായി വരാനിരിക്കുന്ന വിപത്തുകളെ നേരിടാൻ ഭൂമി ഒട്ടും സജ്ജമല്ലെന്ന് അയാൾക്ക് ബോധ്യമായി. ആ തിരിച്ചറിവ് അയാളുടെ ഉള്ളിലെ എന്തോ ഒന്നിനെ തകർത്തു കളഞ്ഞു. ലോക്കിക്കുമേൽ നേടിയ ആ വിജയം ടോണിക്ക് നൽകിയത് ആഘോഷിക്കാനുള്ള ലഹരിയായിരുന്നില്ല. മറിച്ച് ആ വിജയം അയാളെ മാനസികമായി തകർക്കുകയാണ് ചെയ്തത്. ആ നിമിഷം മുതൽ ഭയം അയാളെ അടിമപ്പെടുത്തി. ആകാശത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തു നിന്ന് ഏത് നിമിഷവും ഭൂമിയെ എത്തിപ്പിടിച്ചേക്കാവുന്ന മറ്റൊരു അധിനിവേശത്തെ അയാൾ ആ നിമിഷം തൊട്ട് ഭയപ്പെട്ടു തുടങ്ങി. മനുഷ്യരാശിയുടെ ഉന്മൂലനം അയാൾ ഭയപ്പെട്ടു. താൻ സ്നേഹിക്കുന്നവർ ചുറ്റും മരിച്ചു വീഴുമ്പോൾ ഒന്നും അറിയാതെ നോക്കി നിൽക്കേണ്ടി വരുമോ എന്നയാൾ ഭയപ്പെട്ടു. എല്ലാറ്റിലും ഉപരിയായി എന്നെങ്കിലും അവഞ്ചേഴ്സ് പോലും മതിയാകാതെ വന്നാലോ എന്ന ചിന്ത അയാളെ അലട്ടാൻ തുടങ്ങി. പിന്നീട് ടോണി നിർമ്മിച്ച ഓരോന്നും ആ ഭയത്തിൽ നിന്നുണ്ടായതാണ്. ഓരോ അയൺമാൻ സ്യൂട്ടുകളും ഓരോ സുരക്ഷാ സംവിധാനങ്ങളും ഓരോ ഉപഗ്രഹങ്ങളും ലോകത്തിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കാനുള്ള അയാളുടെ ഓരോ ഡെസ്പെററ്റ് ശ്രമങ്ങളും ആ ഭയത്തിന്റെ ഫലമായിരുന്നു. ടോണി സ്റ്റാർക്ക് പിന്നീട് പോരാടിയത് വർത്തമാനകാലത്തെ ശത്രുക്കളോടായിരുന്നില്ല. മറിച്ച് താൻ മുൻകൂട്ടി കണ്ട ഒഴിവാക്കാനാവാത്ത ആ മഹാവിപത്തിന് വേണ്ടിയായിരുന്നു അയാൾ സ്വയം തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. അതേസമയം പ്രപഞ്ചത്തിന്റെ മറുഭാഗത്ത് മറ്റൊരു തരം മാനസികാഘാതത്താൽ രൂപപ്പെട്ട ഏതാണ്ട് ഇതേ നിലനിൽപ്പിനായുള്ള ഭയത്തിന്റെ പുറത്ത് നയിക്കപ്പെടുന്ന നമ്മുടെ താനോസ് നിലകൊള്ളുന്നു. ടോണി ഒരു അധിനിവേശത്തിനാണ് സാക്ഷിയായതെങ്കിൽ താനോസ് കണ്ടത് ഗാലക്സികൾക്ക് കുറുകെ സംസ്കാരങ്ങളും ജനതകളും ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ്.
അത്യാഗ്രഹം, അമിതമായ ജനസംഖ്യ, യുദ്ധം, പട്ടിണി, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം എന്നിവയാൽ ലോകങ്ങൾ സ്വയം നശിക്കുന്നത് അയാൾ കണ്ടു. സ്വന്തം പരിധിക്ക് അപ്പുറം വളർന്ന സമൂഹങ്ങൾ ആ ഭാരത്താൽ തന്നെ തകർന്നു പോകുന്നത് അയാൾ ആവർത്തിച്ച് കണ്ടു. എന്നാൽ അയാളുടെ ആത്മാവിലേറ്റ ഏറ്റവും വലിയ മുറിവ് സ്വന്തം ഗ്രഹമായ ടൈറ്റനിൽ നിന്നായിരുന്നു. നമ്മുടെ സംസ്കാരം വംശനാശത്തിന്റെ വക്കിലാണെന്ന് താനോസ് ഒരിക്കൽ സ്വന്തം ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അതിന് ഭയാനകരമായൊരു പരിഹാരമാണ് അയാൾ മുന്നോട്ട് വച്ചത്. സ്വന്തം ജനതയെ കൊന്നൊടുക്കുക, ഒരു വലിയ കൂട്ടക്കുരുതി. ശേഷിക്കുന്നവർക്ക് സമാധാനമായി നമ്മുടെ ഗ്രഹത്തിൽ ജീവിക്കാം. അതായിരുന്നു അയാൾ നൽകിയ പരിഹാര മാർഗം. അയാളുടെ ചിന്തയിൽ പകുതി പേരെ ബലി നൽകുക എന്നത് ബാക്കി പകുതി പേരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരേയൊരു പോംവഴിയായിരുന്നു. പക്ഷെ അയാളുടെ പരിഹാര മാർഗം കേട്ട് രക്തം മരവിച്ചു പോയ അയാളുടെ ജനത അയാളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഒടുവിൽ അയാൾ ഭയപ്പെട്ടതുപോലെ തന്നെ ടൈറ്റൻ തകർന്നു വീണു. ആ പരാജയം അയാളെ എന്നേക്കുമായി വേട്ടയാടി. ആ നിമിഷം മുതൽ പുരോഗതി പ്രാപിച്ച ഏത് സംസ്കാരവും അതിൻ്റെ തന്നെ ഭാരത്താൽ തകർന്നു വീഴാൻ വിധിക്കപ്പെട്ടതാണെന്ന് താനോസ് ഉറച്ചു വിശ്വസിച്ചു. പ്രപഞ്ചത്തിലുടനീളം ഇതേ രീതി ആവർത്തിക്കുന്നത് അയാൾ വീണ്ടും വീണ്ടും കണ്ടു. വിഭവങ്ങൾ കുറയുന്നു, സമൂഹങ്ങൾ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണങ്ങൾ വർദ്ധിക്കുന്നു, ജനങ്ങൾ പട്ടിണിയിലാകുന്നു, ലോകങ്ങൾ ഒന്നൊന്നായി നശിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ആ നിസ്സഹായാവസ്ഥയായിരുന്നു ഏറ്റവും ഭയാനകം. നാശത്തെ തടയാനുള്ള കരുത്ത് തൻ്റെ കൈവശം ഉണ്ടായിരുന്നിട്ടും മറ്റൊരു സംസ്കാരം കൂടി തകർന്നു വീഴുന്നത് നോക്കി നിൽക്കാൻ താനോസിന് കഴിയുമായിരുന്നില്ല. കാലക്രമേണ കരുണ എന്നത് അയാൾക്കൊരു ബലഹീനതയായി മാറി. ദയ എന്നത് വെറും സമയനഷ്ടവും സഹതാപം എന്നത് ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമായി മാറി. ക്രൂരമായ നിയന്ത്രണത്തിലൂടെ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ തുലനാവസ്ഥ, പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ കഴിയൂ എന്ന് താനോസ് ഉറപ്പിച്ചു. അവിടെയാണ് താനോസ് എന്ന കഥാപാത്രത്തിൻ്റെ ട്രാജഡി ഒളിഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തെ താൻ രക്ഷിക്കുകയാണെന്ന് അയാൾ ആത്മാർത്ഥമായി വിശ്വസിച്ചു. അതാണ് സാധാരണ വില്ലന്മാരെക്കാൾ അയാളെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത്. താനോസിനെ നയിച്ചത് ആനന്ദമോ വെറുപ്പോ അധികാരമോഹമോ ആയിരുന്നില്ല. വേദനാജനകമെങ്കിലും അനിവാര്യമായൊരു ദൗത്യം നടപ്പിലാക്കുന്ന ഒരു രക്ഷകനായിട്ടാണ് അയാൾ സ്വയം കണ്ടത്. അയാളുടെ ചിന്തയിൽ വംശഹത്യ എന്നത് ക്രൂരതയായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കരുണയായിരുന്നു. ഇവിടെയാണ് ടോണി സ്റ്റാർക്കും താനോസും തമ്മിലുള്ള സാമ്യതകൾ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നായി മാറുന്നത്. ഇവർ രണ്ടുപേരും ഒരേ അപകടകരമായ നിഗമനത്തിലാണ് ഈ ഒരു പോയിന്റിൽ എത്തിച്ചേർന്നത്. തങ്ങളുടെ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഇനി സാധാരണ മനുഷ്യരെ ഏൽപ്പിക്കാൻ കഴിയില്ല. ആരെങ്കിലും ഒരാൾ നിയന്ത്രണം ഏറ്റെടുത്തേ മതിയാകൂ. ആ ആൾ താൻ തന്നെയാണെന്ന് അവർ രണ്ടുപേരും വിശ്വസിച്ചു. ആ വിശ്വാസം അവരെ ചുറ്റുമുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്തി. മറ്റാർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഭീഷണികളെ തിരിച്ചറിയാൻ മാത്രം ബുദ്ധിശാലികളായിരുന്നു രണ്ടുപേരും. ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം അവരെ പൂർണ്ണമായും വിഴുങ്ങി. ഗവൺമെൻറ്റുകളിലും നിലവിലുള്ള സംവിധാനങ്ങളിലും കൂട്ടായ തീരുമാനങ്ങളിലുമുള്ള വിശ്വാസം അവർക്ക് പതിയെ നഷ്ടപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം ലോകം വളരെ സാവധാനമാണ് നീങ്ങുന്നത്. ജനങ്ങൾ അനാവശ്യമായി തർക്കിക്കുന്നു. വരാനിരിക്കുന്ന മഹാവിപത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ അവർ വിസമ്മതിക്കുന്നു. അവരുടെ ഭയം സ്വാർത്ഥമായ ഒന്നായിരുന്നില്ല, മറിച്ച് അത് നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഭയമായിരുന്നു. വംശനാശത്തെക്കുറിച്ചുള്ള ഭയം, സർവനാശത്തെക്കുറിച്ചുള്ള ഭയം, ഈ സംസ്കാരം തന്നെ ഇല്ലാതാകാൻ വിധിക്കപ്പെട്ടതാണ് എന്ന ഭയം. ആ ഭയത്തിൽ നിന്നാണ് ഒരേ അപകടകരമായ പ്രത്യയശാസ്ത്രം അവർക്ക് രണ്ടുപേർക്കും ഉടലെടുത്തത്. കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാക്കിയില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും. ഐ നീഡ് ടു ടേക്ക് കൺട്രോൾ, ഐ നീഡ് ടു ഡു സംതിങ്. ആ ഒരു ഉറച്ച വിശ്വാസം അവരെ രണ്ടുപേരെയും പാടെ മാറ്റിമറിക്കുന്നു. ടോണി സ്റ്റാർക്ക് സാങ്കേതിക വിദ്യയിലൂടെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചു, താനോസ് പ്രപഞ്ച ശക്തികളിലൂടെയും. ടോണി അൾട്രോണിനെ സൃഷ്ടിച്ചപ്പോൾ ഒരു രാക്ഷസനെ ആയിരുന്നില്ല അയാൾ വിഭാവനം ചെയ്തത്. അയാളുടെ ചിന്തയിൽ ഭാവിയിലെ അധിനിവേശങ്ങളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുന്ന അന്തിമമായൊരു കവചമായിരുന്നു അൾട്രോൺ. യുദ്ധങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരു സമാധാന സേന, ഒരു പീസ് കീപ്പിംഗ് പ്രോഗ്രാം, മനുഷ്യ സഹജമായ ബലഹീനതകളോ മടിയോ വികാരങ്ങളോ തടസ്സമാകാത്ത ഒരു പ്രതിരോധ സംവിധാനം. ടോണിയെ സംബന്ധിച്ചിടത്തോളം അൾട്രോൺ ഒരു തിന്മയായിരുന്നില്ല, മറിച്ച് അയാളുടെ തന്നെ നിസ്സഹായാവസ്ഥയ്ക്ക് നൽകിയ ഒരു രൂപമായിരുന്നു അത്. അതുപോലെ തന്നെ താനോസും ഇൻഫിനിറ്റി സ്റ്റോണുകളെ വെറും ഒരു ആയുധമായല്ല കണ്ടത്. അയാളെ സംബന്ധിച്ചിടത്തോളം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശേഷിയുള്ള ഏക ശക്തിയായിരുന്നു അവ. ഭൂമിക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചമായി ടോണി അൾട്രോണിനെ സങ്കല്പിച്ചതുപോലെ പ്രപഞ്ചത്തിലുടനീളം പരിപൂർണമായ തുലനാവസ്ഥ നിലനിർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് താനോസ് ഇൻഫിനിറ്റി ഗോൺട്ലെറ്റിനെ കണ്ടത്. ടോണി തൻ്റെ വിശ്വാസം കൃത്രിമ ബുദ്ധിയിലും ടെക്നോളജിയിലും അർപ്പിക്കുകയും അൾട്രോണിനെ നിർമ്മിക്കുകയും ചെയ്തു. താനോസ് തൻ്റെ വിശ്വാസം പ്രപഞ്ച ശക്തികളിൽ അർപ്പിക്കുകയും ഇൻഫിനിറ്റി ഗോൺട്ലെറ്റിനെ നിർമ്മിക്കുകയും ചെയ്തു. രണ്ടുപേരും തിരഞ്ഞെടുത്തത് ഏതാണ്ട് സമാനമായ മാർഗങ്ങൾ. രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് ഏതാണ്ട് സമാനമായ ഉൾപ്രേരണ, നിയന്ത്രണം, കൺട്രോൾ.
അവരുടെ രാഷ്ട്രീയ ദർശനങ്ങൾ പോലും അസ്വസ്ഥപ്പെടുത്തുന്ന വിധം പരസ്പരം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം അനിവാര്യമായ നാശത്തിലേക്ക് നയിക്കുമെന്ന് താനോസ് വിശ്വസിച്ചു. അതിരുകളില്ലാത്ത ആർത്തിയും അരാജകത്വവും കാരണം എണ്ണമറ്റ സംസ്കാരങ്ങൾ സ്വയം നശിക്കുന്നത് കണ്ടപ്പോൾ നിലനിൽപ്പിന് അച്ചടക്കം അടിച്ചേൽപ്പിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന് അയാൾ ഉറപ്പിച്ചു. കൺട്രോൾ മസ്റ്റ് ബി ഇമ്പോസ്ഡ്. തനിയെ വിട്ടാൽ സമൂഹങ്ങൾ സ്വയം നശിക്കും. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ അവർക്കുമേൽ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടോണി സ്റ്റാർക്കും എത്തിച്ചേരുന്നത് ഏതാണ്ട് സമാനമായൊരു നിഗമനത്തിലായിരുന്നു. അൾട്രോണിൻ്റെ ഉദയത്തിനും സൊക്കോവിയയുടെ തകർച്ചയ്ക്കും അവഞ്ചേഴ്സിൻ്റെ യുദ്ധങ്ങൾക്കിടയിൽ നിരപരാധികൾ മരിച്ചു വീഴുന്നതുമൊക്കെ കണ്ടതിന് ശേഷം നിയന്ത്രണങ്ങളില്ലാത്ത കരുത്തിലുള്ള വിശ്വാസം ടോണിക്ക് നഷ്ടപ്പെട്ടു. മേൽനോട്ടമില്ലെങ്കിൽ സൂപ്പർ ഹീറോകളെ പോലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. ഇതായിരുന്നു സൊക്കോവിയ അക്കോർഡ്സിൻ്റെ അടിസ്ഥാനം. ഒരുപക്ഷെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുടനീളം ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ലോകവീക്ഷണം താനോസിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് ഇത്രയേറെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുന്നത്. സൂപ്പർ ഹീറോകൾക്കിടയിൽ പോലും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ദുരന്തങ്ങൾക്ക് വിതയ്ക്കുമെന്ന് ടോണി തിരിച്ചറിഞ്ഞു. അച്ചടക്കം അടിച്ചേൽപ്പിക്കപ്പെടണം. നിയമങ്ങൾ അനിവാര്യമായി മാറുന്നു, നിയന്ത്രണങ്ങൾ അനിവാര്യമായി മാറുന്നു, മേൽനോട്ടം അത്യാവശ്യമായി വരുന്നു. ഒടുവിൽ ടോണിയും അതേ മാർഗം തന്നെ തിരഞ്ഞെടുക്കുന്നു. അച്ചടക്കം അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിയിൽ മാത്രമേ മാറ്റമുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവരുടെ ദർശനങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. ടോണി അവഞ്ചേഴ്സിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചു. താനോസ് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചു. മുകളിൽ നിന്നുള്ള ശക്തമായ നിയന്ത്രണമില്ലാതെ നിലനിൽപ്പ് സാധ്യമല്ലെന്ന് അവർ രണ്ടുപേരും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സാമ്യതകൾ വെറും ബാഹ്യമായ ഒന്നായിരുന്നില്ല, മറിച്ച് അത് ആഴത്തിലുള്ളതായിരുന്നു. അവരുടെ ബുദ്ധിശക്തിയും അവർ അനുഭവിച്ച മാനസിക ആഘാതങ്ങളും അവരുടെ ഏകാന്തതയും ചിന്താഗതികളും എല്ലാം അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഇത്രയും നേരം പറഞ്ഞ ഇവരുടെ ഈ സാമ്യതകൾ നമുക്കൊന്നുകൂടി ഒന്ന് ചുരുക്കി നോക്കാം. രണ്ടുപേരും അസാമാന്യ ബുദ്ധിശാലികളായിരുന്നു. രണ്ടുപേരും വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ചുമക്കുന്നവരായിരുന്നു. വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ ബലി കഴിപ്പിക്കാൻ രണ്ടുപേരും തയ്യാറായി. താനോസിന് തൻ്റെ പ്രിയപുത്രിയായ ഗമോറയുടെ സാന്നിധ്യവും സാമീപ്യവും ചങ്ങാത്തവും നഷ്ടമാകുന്നു. ടോണിക്കോ സാധാരണമായൊരു ജീവിതം നയിക്കാമെന്ന പ്രതീക്ഷകൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സമാധാനം, കുടുംബം, സുരക്ഷിതത്വം, ഭാവി സംരക്ഷിക്കണമെന്ന അയാളുടെ വാശിയിൽ ഇതെല്ലാം അയാൾക്ക് പതിയെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. മഹാദുരന്തങ്ങളുടെ ആഘാതം പേർന്നവർ, മറ്റുള്ളവർ കാണാൻ വിസമ്മതിച്ച ഒരു ഭാവി. ന്യൂയോർക്കിലെ യുദ്ധം ടോണിയുടെ മനസ്സിൽ മായാത്ത മുറിവുകൾ അവശേഷിപ്പിച്ചപ്പോൾ ടൈറ്റൻ്റെ തകർച്ച താനോസിൻ്റെ ആത്മാവിലെ എരിഞ്ഞു തീരാത്തൊരു വ്രണമായി മാറി. കാലക്രമേണ ഇരുവരും തങ്ങളുടെ ദൃഢവിശ്വാസങ്ങളിൽ അമിതമായി വിശ്വസിച്ചുകൊണ്ട് സ്വയം ഒറ്റപ്പെടുത്തിയപ്പോൾ മറ്റാർക്കും വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് ബോധ്യമില്ലെന്ന വിശ്വാസം സമൂഹത്തിൻ്റെ കൂട്ടായ തീരുമാനങ്ങളിലേക്കുള്ള അവരുടെ വിശ്വാസം ഇല്ലാതാക്കി. ആ ഏകാന്തതയിൽ നിന്ന് അപകടകരമായ മറ്റൊരു ചിന്ത ഉടലെടുത്തു. എനിക്ക് മാത്രമേ ഇത് തടയാൻ കഴിയൂ. ഒരു രക്ഷകനാകാനുള്ള ആഗ്രഹം, ഒരുതരം സേവിയർ കോംപ്ലക്സ് രണ്ടുപേരെയും വിഴുങ്ങാൻ തുടങ്ങി. അവരുടെ ചിന്തയിൽ സമയം അതിവേഗം കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റുകൾ വളരെ സാവധാനമാണ് നീങ്ങിയത്. ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾ, ഹീറോകൾ പരസ്പരം കലഹിക്കുന്നു, വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഇവരെല്ലാവരും അവഗണിക്കുന്നു. അപ്പോഴും മഹാദുരന്തം അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചറിവാണ് ടോണിയെയും താനോസിനെയും നിയന്ത്രണം എന്ന ഉന്മാദത്തിലേക്ക് നയിച്ചത്. ടോണി സാങ്കേതിക വിദ്യയിലൂടെ അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ താനോസ് സർവാധിപത്യത്തിലൂടെ ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത്രയേറെ സാമ്യതകൾ ഉണ്ടായിട്ടും ടോണി സ്റ്റാർക്ക് ഒരിക്കലും ഒരു താനോസായി മാറിയില്ല എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് നമ്മുടെ ടോണി സ്റ്റാർക്ക് മറ്റൊരു താനോസായി മാറിയില്ല? ഭയാനകമായ എന്തൊന്നായി മാറാനും ആവശ്യമായ ബുദ്ധിയും സമ്പത്തും സ്വാധീനവും സാങ്കേതികമായ കരുത്തും നമ്മുടെ ടോണി സ്റ്റാർക്കിനുണ്ടായിരുന്നു. അൾട്രോണിൻ്റെ പരാജയത്തിന് ശേഷം അയാൾക്ക് അതിനേക്കാൾ നൂതനമായ കൃത്രിമ ബുദ്ധി സംവിധാനങ്ങൾ നിർമ്മിക്കാമായിരുന്നു. ഈഡിത്ത് പോലുള്ള ആഗോള നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ ഭൂമിയെ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സുരക്ഷാ വലയത്തിനുള്ളിലാക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. സംരക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ ടോണിക്ക് കഴിയുമായിരുന്നു. താനോസ് പ്രതിനിധീകരിച്ച അതേ സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണാധികാരിയായി മാറാൻ നമ്മുടെ ടോണിക്ക് കഴിയുമായിരുന്നു. ഒരു പക്ഷേ ഇതിലെ ഏറ്റവും ഭയാനകരമായ വശം ഇതാണ്, അയാൾ ഈ പറഞ്ഞതിലെല്ലാം വിജയിച്ചേക്കാനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ടോണി അത് ചെയ്തില്ല. എന്തുകൊണ്ട്? കാരണം ടോണി സ്റ്റാർക്കും താനോസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത് അവിടെയാണ്. ആ വ്യത്യാസം നമുക്ക് ഒരൊറ്റ വാക്കിൽ ഒതുക്കാം: പരാജയം എന്നതാണ് ആ വാക്ക്. നമ്മുടെ ടോണി സ്റ്റാർക്ക് ഒരു താനോസായി മാറാതിരുന്നത് അയാളേറ്റ പരാജയങ്ങൾ കൊണ്ടാണ്. അവരുടെ ബന്ധത്തിൻ്റെ അന്തസത്തയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും അതുതന്നെയാണ്: ട്രാജിക് അയണിങ്. ഒരേ ഭയവും ഒരേ ദർശനങ്ങളുമായിട്ടാണ് ഇരുവരും അവരുടെ യാത്ര തുടങ്ങിയതെങ്കിലും അവരുടെ ജീവിതം വിപരീത ദിശകളിലേക്കാണ് സഞ്ചരിച്ചത്.
ടോണി ആവർത്തിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ താനോസ് ആവർത്തിച്ച് വിജയിച്ചുകൊണ്ടിരുന്നു. ആ അനുഭവങ്ങൾ അവരെ തികച്ചും വ്യത്യസ്തരായ രണ്ട് വ്യക്തികളാക്കി മാറ്റി. നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ടോണി നടത്തിയ ഓരോ പ്രധാന ശ്രമവും അവസാനിച്ചത് മഹാദുരന്തങ്ങളിലായിരുന്നു. ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ച പീസ് കീപ്പിംഗ് പ്രോഗ്രാം എന്ന അൾട്രോൺ ഒരു പേടി സ്വപ്നമായി ടോണിക്ക് മാറി. സൊക്കോവിയ കരാർ അവഞ്ചേഴ്സിനെ ഒന്നിപ്പിക്കുന്നതിന് പകരം ഭിന്നിപ്പിച്ചു. ലോകത്തിന് സുരക്ഷ നൽകാനുള്ള അങ്ങനെ അയാളുടെ ഓരോ ശ്രമവും അതിനേക്കാൾ വലിയ അരാജകത്വമാണ് സൃഷ്ടിച്ചത്. ഓരോ പരാജയവും ടോണിയുടെ ആത്മവിശ്വാസത്തെ തകർത്തെറിഞ്ഞു. ഓരോ പരാജയവും തൻ്റെ പരിമിതികളെ തിരിച്ചറിയാൻ നമ്മുടെ ടോണിയെ നിർബന്ധിച്ചു. ലോകത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ തനിക്ക് കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചപ്പോഴെല്ലാം യാഥാർത്ഥ്യം അയാളെ ക്രൂരമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നു. കാലക്രമേണ ആ പരാജയങ്ങൾ അയാളെ വിനീതനാക്കി. ആധിപത്യത്തിലൂടെയോ സംവിധാനങ്ങളിലൂടെയോ കേവലമായ അധികാരത്തിലൂടെയോ മാത്രം മനുഷ്യരാശിയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ആ പരാജയങ്ങൾ അയാളെ പഠിപ്പിച്ചു. ആ പരാജയങ്ങൾ ടോണിയെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചു. എന്നാൽ താനോസിന്റെ അനുഭവങ്ങൾ നേരെ തിരിച്ചായിരുന്നു. അയാളുടെ സിദ്ധാന്തങ്ങൾ ഓരോന്നോരോന്നായി വിജയിച്ചുകൊണ്ടിരുന്നു. അതാണ് അയാളെ യഥാർത്ഥത്തിൽ അപകടകാരിയാക്കിയത്. ഇൻഫിനിറ്റി സ്റ്റോണുകൾ അയാളെ ചതിച്ചില്ല. ഇൻഫിനിറ്റി ഗോൺലെറ്റ് അയാളുടെ അമിതാവേശത്തിന് മുന്നിൽ തകർന്നു പോയില്ല. മുന്നോട്ട് വെച്ച ഓരോ ചുവടും പ്രപഞ്ചത്തിന് എന്താണ് വേണ്ടതെന്ന് തനിക്ക് മാത്രമേ അറിയാവൂ എന്ന അയാളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. ഒടുവിൽ ഇൻഫിനിറ്റി വാറിൽ അയാൾ സമ്പൂർണമായ വിജയം കൈവരിക്കുകയും ചെയ്തു. അയാളുടെ ഒരു വിരൽ ഞൊടിയിൽ പ്രപഞ്ചത്തിലെ പകുതി ജീവൻ തുടച്ചു നീക്കപ്പെട്ടു. ആ നിമിഷം പ്രപഞ്ചം കൂടുതൽ ശാന്തമായും സന്തുലിതമായും താനോസിന് അനുഭവപ്പെട്ടു. അത് അയാളുടെ കാഴ്ചപ്പാടിന് കൂടുതൽ ഊന്നൽ നൽകി. ടോണിയിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വിജയവും തൻ്റെ വഴി ശരിയാണെന്നുള്ള അംഗീകാരമായിട്ടാണ് താനോസ് കണ്ടത്. ടോണിയിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ഓരോ വിജയവും തൻ്റെ വഴി ശരിയാണെന്നുള്ള അംഗീകാരമായിട്ടാണ് താനോസ് കണ്ടത്. ഓരോ വിജയവും തൻ്റെ തീരുമാനങ്ങൾ തെറ്റല്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തി. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി തനിക്ക് മാത്രമേയുള്ളൂ എന്ന വിശ്വാസം അയാളുടെ ഓരോ ജയത്തിന് ശേഷവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ടോണിയുടെ പരാജയങ്ങൾ അയാളെ സ്വയം ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചപ്പോൾ താനോസിന്റെ വിജയങ്ങൾ സ്വയം തിരുത്താനുള്ള അയാളുടെ കഴിവിനെ ഇല്ലാതാക്കി. പരാജയം വിനയം സൃഷ്ടിക്കുന്നു. അനിയന്ത്രിതമായ വിജയം ദുരഭിമാനം സൃഷ്ടിക്കുന്നു. പലപ്പോഴും ഉന്മാദത്തേക്കാൾ അപകടകരമാണ് താൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള അമിത ആത്മവിശ്വാസം. പരാജയങ്ങൾ ടോണിയെ കൂടുതൽ മനുഷ്യനാക്കി. പോരായ്മകളെയും ബലഹീനതകളെയും നിയന്ത്രണങ്ങളുടെ പരിധികളെയും അംഗീകരിക്കാൻ അത് അയാളെ പ്രേരിപ്പിച്ചു. എന്നാൽ താനോസ് സഞ്ചരിച്ചത് വിപരീത ദിശയിലായിരുന്നു. ഓരോ വിജയവും അയാളെ അന്ധമായ വിശ്വാസങ്ങളിലേക്ക് തള്ളിവിട്ടു. വ്യക്തികളെ വ്യക്തികളായി കാണുന്നത് അയാൾ അവസാനിപ്പിച്ചു. പകരം അവരെ അയാൾ വെറും അക്കങ്ങൾ മാത്രമായാണ് കണ്ടത്. താൻ സന്തുലിതമാക്കേണ്ട അക്കങ്ങളും താൻ തിരുത്തേണ്ട കണക്കുകളും മാത്രമായി അയാൾക്ക് മുന്നിലുള്ള ഓരോ ജീവനും മാറി. ഞാനാണ് വിധി, ഐ ആം ഡെസ്റ്റിനി, ഐ ആം ഇന്നവെറ്റബിൾ എന്ന മിഥ്യാധാരണ അയാളെ വിഴുങ്ങി. ഒരു മനുഷ്യൻ പരാജയത്തിലൂടെ വിനയം പഠിച്ചു. മറ്റേയാൾ സ്വന്തം വിജയങ്ങളുടെ തടവുകാരനായി മാറി. ഒരാൾ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്തു, മറ്റേയാൾ തൻ്റെ പ്രത്യയശാസ്ത്രത്തെയും. ആ ഒരു വ്യത്യാസം സകലതിനെയും മാറ്റിമറിച്ചു. എൻ്റെ ഗെയിമിൽ ടോണിയുടെ അവസാന പ്രവൃത്തി അധികാരത്തിനോ നിയന്ത്രണത്തിനോ വേണ്ടിയുള്ളതായിരുന്നില്ല, താൻ ശരിയാണെന്ന് തെളിയിക്കാനും ഉള്ളതായിരുന്നില്ല. മറിച്ച് അതൊരു വലിയ ആത്മബലിയായിരുന്നു. തൻ്റെ വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കനുസരിച്ച് അയാൾ പ്രപഞ്ചത്തെ മാറ്റിമറിച്ചില്ല. പകരം സ്വന്തം ഭാവി തിരഞ്ഞെടുക്കാൻ മനുഷ്യരാശിക്ക് ഒരു അവസരം കൂടി നൽകുകയാണ് അയാൾ ചെയ്തത്. തനിക്ക് ശേഷം ഇനി എന്ത് എന്നതിനെപ്പറ്റി അയാൾ ആ സമയത്ത് ആശങ്കപ്പെട്ടില്ല. തനിക്ക് ശേഷം ഇനി ആര് എന്നതിനെപ്പറ്റി അയാൾ ആകുലപ്പെട്ടില്ല. സമ്പൂർണമായ സ്വാതന്ത്ര്യം തനിക്കും മറ്റുള്ളവർക്കും അയാൾ നൽകി. മനുഷ്യരാശിയെ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാവുകയാണ് ടോണി സ്റ്റാർക്ക് അവിടെ ചെയ്തത്. താനോസ് ഒരിക്കലും മറ്റുള്ളവർക്ക് ആ സ്വാതന്ത്ര്യം നൽകിയില്ല. മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛാശക്തി തന്നെയാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അയാൾ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി സാഗ എന്നത് കേവലം ഒരു സൂപ്പർ ഹീറോ കഥ അല്ലാതായി മാറുന്നത്. ആർഭാടങ്ങൾക്കും വിസ്മയങ്ങൾക്കും അപ്പുറത്ത് ഒരേ ഭയത്തിൽ നിന്ന് യാത്ര തുടങ്ങിയ രണ്ട് മനുഷ്യർ അധികാരത്തെയും നിയന്ത്രണത്തെയും കുറിച്ച് വ്യത്യസ്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന ആഴമേറിയ ദാർശനിക പോരാട്ടമാണ് ഇൻഫിനിറ്റി സാഗ. പല അർത്ഥത്തിൽ മനുഷ്യർ പോരായ്മകളുള്ളവരാണെങ്കിലും അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നു എന്ന വേദനിപ്പിക്കുന്ന സത്യം ടോണി സ്റ്റാർക്ക് തിരിച്ചറിഞ്ഞു. എന്നാൽ സ്വാതന്ത്ര്യം അനിവാര്യമായും നാശത്തിലേക്ക് നയിക്കുമെന്നും അതിനാൽ സർവാധിപത്യപരമായ നിയന്ത്രണം അത്യാവശ്യമാണെന്നുമുള്ള വിശ്വാസത്തെയാണ് താനോസ് പ്രതിനിധീകരിച്ചത്. രണ്ട് കാഴ്ചപ്പാടുകളും ജനിച്ചത് ഭയത്തിൽ നിന്നാണ്. പക്ഷേ ഒന്ന് മാത്രമാണ് മനുഷ്യത്വത്തിനിടം നൽകിയത്. ഇൻഫിനിറ്റി സാഗയുടെ ദർശനത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റായ ഒരു പ്രത്യയശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്തെന്നാൽ അത് വിജയിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ടോണി സ്റ്റാർക്കിൻ്റെ പരാജയങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം വരുന്നത്. ആ പരാജയങ്ങളാണ് അയാളെ ഒരു ദൈവമാകുന്നതിൽ നിന്ന് തടഞ്ഞത്. നമ്മുടെ താനോസിനെ പോലെ
ആ പരാജയങ്ങളാണ് ടോണിയെ ഒരു മനുഷ്യനായി നിലനിർത്തിയത്.